വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാവുന്ന കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഇടാത്തതെന്നൊക്കെ ഞാൻ വഴിയേ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അമ്പിയാണ് ഇപ്പം നമ്മളെ പഞ്ചസാര അളന്നെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു കപ്പിലാണ് എടുക്കുന്നത്. അത് 75ൻ്റെ കപ്പാണ് കേട്ടോ. അപ്പം അതിലാണ് നമ്മൾ പഞ്ചസാര അളന്നെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് നമ്മളെ ധന്യാൻ്റിയും അമ്പിയും കൂടിയിട്ടാണ്. അപ്പോൾ ധന്യാൻ്റി ഇപ്പം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായാലും കഴിച്ചതിന് ശേഷം സൂപ്പറായിരുന്നു കേട്ടോ, വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. ധന്യാൻ്റി ഇപ്പം ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുന്നല്ലോണ്ട് കേക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആക്കുന്ന പോലെ അങ്ങനെ തോന്നില്ല. എനിക്കും ധന്യാൻ്റിൻ്റെ ഒരു 11ാമത്തെ കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ ആക്കി ശരിയായി വരുമല്ലോ. അപ്പോൾ അതുപോലെ ഇതാ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മൾ പഞ്ചസാര അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അളന്ന് വെച്ചാൽ പഞ്ചസാര അമ്പി അളക്കാനല്ല, എന്താ പറയുക, പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ പൊടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പി ഇതാ പഞ്ചസാര പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോൻ്റെ ക്യാമറാമാനും വോയിസ് ഓവർ കൊടുക്കുന്നത് മാത്രമാണ് ഞാൻ. ബാക്കിയെല്ലാം ധന്യാൻ്റി അമ്പിയുമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതാ ഒരു വലിയൊരു കപ്പിൻ്റെ അകത്ത് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടില്ല, ആ ഒരു ഇതിന് ലെവലായിട്ട് ഇതാ മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരിച്ചത് അവിടെ നിൽക്കട്ടെ, നമുക്കിനി 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഇതാ 1 പിന്നെ 2, അങ്ങനെ 2 മുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് ഇടുന്നുണ്ട്. ഇത് നമുക്കിനി ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അങ്ങനെ 2 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ സ്റ്റെക്കാക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അത് സ്വിച്ച് ഉണ്ടാക്കാൻ മറന്നുപോയി ആവശ്യത്തിൽ. അങ്ങനെ നമ്മളിതാ മുട്ടേൻ്റെ അങ്ങനെ വെള്ള മാത്രം മഞ്ഞ മാത്രം അങ്ങനെയൊന്നുമില്ല, 2 മുട്ട കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മളിതാ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുട്ട മാത്രമല്ല, അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് എനിക്കൊന്ന് ഒരാഴ്ചയോളമായി എൻ്റെ ഫോണിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഫോണിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ വേറെ എഡിറ്റ് ചെയ്യാനുള്ള സമയമോ സ്പേസോ ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പം എന്തുകൊണ്ട് ഞാൻ തിരക്കിലായി എന്നുള്ളത് ഞാൻ ഉടനെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അപ്പം ധന്യാൻ്റെ എല്ലാം സെറ്റാക്കി വെക്കുവാണ്. ഈ ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ അളവിൽ നമുക്ക് എന്ത് വേണം, വളരെ കുറച്ച് ബേക്കിംഗ് പൗഡർ വേണം കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്പി കുറച്ച് എസൻസ് എടുത്തിട്ട് നമ്മൾ ആ മുട്ടയെ ബീറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ഒന്നിച്ചിട്ട് ഒഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു മൂടിയിൽ കുറച്ച് മാത്രം. പിന്നെ 1 കപ്പും കൂടി നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ചിട്ട് നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇടാനുള്ളത് വേറൊരു പൊടിയാണ്, അതാണ് നമ്മളെ സ്വന്തം ബേക്കിംഗ് സോഡ. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്ക് അരിച്ചെടുക്കാവേ. അപ്പം നമ്മൾ ആക്കാൻ പോകുന്ന കേക്ക് ഏതാണെന്ന് നിങ്ങൾ ഇതുവരെ അറിയില്ലല്ലോ, ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ചോക്ലേറ്റിൻ്റെ പൗഡർ വേണം. അപ്പോൾ 1 കപ്പ് ചോക്ലേറ്റിൻ്റെ പൗഡറും കൂടി എടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, അരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്പി ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അതായത് ആ ഒരു ബാറ്ററായി വന്നിട്ടുണ്ട്. അതായത് 2 മുട്ട, പഞ്ചസാര, പിന്നെ എസൻസ്, ഇത്രയും കൂടിയിട്ടാണ് അവൻ അവിടുന്ന് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെ നമ്മൾ ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച സാധനമില്ലേ, അത് 2 പ്രാവശ്യം നമ്മൾ അരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഒരിക്കൽ നമ്മൾ അരിച്ചു, ഇനിയിപ്പോൾ ഇതാ രണ്ടാമത് അരിക്കാൻ പോകുവാണേ. അങ്ങനെ അരിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കേക്ക് ഉണ്ടാക്കണം. അതിൻ്റെ സെറ്റപ്പാണ് ഇത്. ഓവണൊന്നുമില്ല. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ സാധാരണ നമ്മൾ ചോറും കറിയെല്ലാം കീച്ച് വെക്കുന്ന സാധനമില്ലേ, സ്റ്റാൻഡ്, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ പൂഴി ഒന്ന് ചൂടാവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ ഈ ഒരു അളവിൻ്റെ അകത്ത് അത് എത്ര മില്ലി എന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ. എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഓയിൽ എടുക്കണം കേട്ടോ. ഇതാ അതെടുക്കാൻ അത്ര പോലെ ഓയിലും ഇതാ എടുത്തിട്ടുണ്ട്. അതവിടെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വിനാഗിരിയാണ്. അപ്പം അതും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഈ നമ്മൾ അരിച്ച് വെച്ച പൊടികളും കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ പൊടിയും കൂടി ഇതാ അതിനേണ്ടി ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, നമ്മൾ ആ പൊടിയൊന്ന് സോഫ്റ്റായി വന്നതുപോലെ അങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാം കൂടി മിക്സായിട്ട് ഇതാ ചോക്ലേറ്റ് കേക്കിൻ്റെ കളറിലേക്ക് വരുവാണ്. നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് കലക്കിയെടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ. അപ്പം ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ അടുക്കള മൊത്തം എന്തായാലും മോശമാക്കും. പിന്നെ അത് കൂടാണ്ട് ഒരുവിധം പാത്രങ്ങൾ എല്ലാം നമുക്ക് ഇഷ്ടം പോലെ കഴുകാനുണ്ടാകും. അപ്പം അങ്ങനത്തെ ഇഷ്യൂ എല്ലാം ഉണ്ട്. എന്നാലും പണ്ട് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ 1/2 കിലോൻ്റെ 1 കിലോൻ്റെ എല്ലാം സെറ്റ് ഇങ്ങനെ കിട്ടും. കോളേജിലുള്ള സമയത്താണ് അങ്ങനെ അതെടുത്ത് വന്നിട്ട് വീട്ടിലാക്കണം. അന്നൊന്നും പക്ഷേ ക്രീമൊന്നും റെഡി ആവലേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ആ ഒരു ബാറ്ററിലേക്ക് കുറച്ച് പൊടി ഇട്ടു, അത് ഇളക്കി, എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെയും പൊടി ഇട്ടു, പിന്നെ ഇനി വിനാഗിരി ഒഴിക്കണം. അങ്ങനെ അങ്ങനെ എല്ലാം ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ മിക്സാക്കി എടുക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ മിക്സാക്കി എടുക്കുന്ന ഈ ഒരു ചെറിയ പണി അത്രയേ ഉള്ളൂ, നമുക്ക് നല്ലതുപോലെ കിട്ടും കേട്ടോ. എന്താ പറയണ്ടേ, അപ്പം ഇപ്പം തന്നെ എൻ്റെ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്, ചെയ്ത് പഠിക്കുന്നതാണ്. പക്ഷേ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് ചെയ്യുമ്പം എല്ലാം ലെവലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബാറ്റർ ഇങ്ങനെ കലക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം പാലാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു കപ്പിൽ പാലും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പം നമ്മൾ നേരത്തെ പൊടികളെല്ലാം ഉണ്ടല്ലോ ആക്കി വെച്ചത്, അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള പൊടികളും എല്ലാം ചേർത്ത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിക്കാൻ പാത്രം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ബട്ടർ പേപ്പർ അമ്പി ആ പാത്രത്തിൻ്റെ അളവിലിതാ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വട്ടത്തിൽ മുറിച്ച പേപ്പർ നമ്മളിതാ കേക്കിൻ്റെ ഈ ബാറ്റർ ഒഴിക്കാൻ പോകുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് നമുക്ക് ബാറ്റർ നോക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറിൽ വന്നത് കണ്ടില്ലേ, ഇതുപോലെയായി വന്നിട്ടുണ്ട് കേട്ടോ.
അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അല്ലേ? അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്നാൽ നമ്മളെ ആ ഒരു ബട്ടർ പേപ്പർ വെക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. എന്നിട്ട് അത് നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ വട്ടത്തിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷമാണ് നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പരിപാടി ഇതാ കഴിയാനായിട്ടുണ്ട്. പക്ഷേ വേറൊരു പണി നമുക്ക് വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ വഴിയേ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തായിട്ടുണ്ട്, ആ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കൂടി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ തന്നെ അതിൻ്റെ ഒരു ഈർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ആ ഒരു പൂഴിയിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചില്ലേ അതിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുകയെന്ന് കേട്ടോ. നമ്മളൊരു 12 മണി അങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയ അന്നേരം അതിൻ്റെ മുകളിലായിട്ടുണ്ടായിട്ടില്ല. പിന്നെയും നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഒരു 12:30 കഴിഞ്ഞപ്പോൾ നമ്മളെ കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ട് ആക്കിയതൊന്നും പറയേയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളെ പണികൾ വരാൻ പോകുന്നത്. അപ്പോൾ കേക്ക് കണ്ടില്ലേ, ഇതുപോലെ റൗണ്ടിൽ ആ ഷേപ്പിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗം, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കട്ട് ചെയ്ത ഭാഗം നിന്നാണ് നമ്മൾ വെറുതെ എടുത്തൊന്ന് കഴിച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് സോഫ്റ്റ് ആവുന്ന അങ്ങനെയൊന്നും വിചാരിച്ചതൊന്നുമല്ല. പിന്നെ ധന്യേൻ്റെമ്പോൾ ചെയ്ത് പഠിക്കുന്നതാണ്, ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ നല്ല താല്പര്യമുള്ളതാണ് കേട്ടോ. അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ ആ ഒരു കേക്കിന് തന്നെ ടോട്ടൽ ഇപ്പം 3 ലെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ധന്യേൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്യുന്നത് എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ നമുക്ക് 3 ലെയറായി. ഒന്ന് മറ്റേ പ്ലേറ്റിലുണ്ട്, ഒന്ന് ഇപ്പുറത്തുണ്ട്, ഒന്ന് അതിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, ടോട്ടൽ 3 ലെയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലേ, അതും കൂടി യൂസ് ചെയ്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. വളരെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പാലിനെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ മുകളിലത്തെ ഭാഗം അടത്തി മാറ്റി എന്നുള്ളത്. അപ്പോൾ ആ ഒരു പീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാനോട് കൊണ്ടുള്ള അത് കഴിക്കുവാന്ന് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിത് അത് കഴിക്കുവാന്ന്. പിന്നെ നമുക്കിനി ക്രീം വേണമല്ലോ. അപ്പോൾ അതിന് ഈ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് എടുക്കാം. ഈ നമ്മൾ നേരത്തെ ആ കേക്കിൻ്റെ മിക്സൊക്കെ എടുത്ത ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ വിപ്പിംഗ് ക്രീമും എടുക്കണം കേട്ടോ. അപ്പം അത് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുവാന്ന്. നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടണമല്ലോ. നമ്മൾ സാധാരണ കേക്കെല്ലാം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിത് ആക്കിയെടുക്കണം. അപ്പോൾ അതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാന്ന്. അങ്ങനെ അത് ബീറ്റ് ചെയ്തു. നമുക്കിനി കേക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ക്രീം നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾക്ക് കേക്ക് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് നടുക്ക് സെൻറ്ററിൽ അങ്ങനെയായിട്ട്. പിന്നെ നമുക്ക് പറഞ്ഞുതരാം. അതിലേക്ക് നമ്മൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പാലും അതുപോലെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് മിക്സാക്കിയ ആ ഒരു ബാറ്റർ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ധന്യേൻ്റെ ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് കുറേ അധികമല്ലേ, ഇത്രയെല്ലാം ഒഴിക്കണം, ഇത് താഴേന്ന് ഒലിച്ച് വരില്ലേ, ഇത് ഓവർ മധുരമാവില്ല എന്നെല്ലാം. പക്ഷേ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു.
പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലേക്ക് ക്രീമാക്കി കൊടുക്കണം. അപ്പോൾ ധന്യേൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 11ാമത്തെ കേക്ക് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പെർഫെക്ഷൻ ഒന്നും ആരും നോക്കൊന്നും വേണ്ട, അങ്ങനെ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ എന്നാലും ഈ തുടക്കക്കാരി എന്നുള്ള നിലയിൽ പക്ഷേ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് ഇതാ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ചുഴലി നാട്ടിലുള്ളവരെല്ലാം എന്താ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കേക്ക് വേണമെന്നുള്ളവർ പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ കേക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ നിങ്ങളുടെ നാട്ടിലുള്ളവരെ ആണെങ്കിലും അന്ന് വീഡിയോ കാണുന്നെങ്കിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പലരും പല സ്ഥലത്തു നിന്നുള്ളവരാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ കേക്കിൻ്റെ ആ ഒരു ഇതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ അടുത്ത ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം പാൽ ഒഴിച്ചിട്ടില്ലേ, അതുപോലെ ഇതിൻ്റെ മുകളിലും പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളേതാ ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ആക്കിയതുപോലെ തന്നെ ക്രീം എടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെയറും കൂടി അതിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കണ്ടില്ല, ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് 3 ലെയറോട് കൂടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ നമ്മൾ പാല് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ധന്യേൻ്റെ ഇത് ഒഴിക്കുമ്പോൾ ഇത് കൂടുതലല്ലേ പക്ഷേ എങ്കിൽ നല്ല ആ ഒരു പാകത്തിന് തന്നെ മധുരമെല്ലാം ഓവർ മധുരമൊന്നും അല്ലാണ്ടും അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ധന്യേൻ്റെ ഇമ്പ്രൂവ് ആവാനുള്ളത് ഈ ഒരു ഈ ക്രീം തേക്കുന്നതിലാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ ചെയ്ത് വരുന്നവരാണല്ലോ എന്തായാലും ശരിയാവുക. പക്ഷേ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ക്രീമും തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുകളിലൊന്ന് തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡെല്ലാം ഫില്ലാക്കാനല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ പൈപ്പിങ്ങിൻ്റെ അകത്ത് ഇതിന് കുറേ നോസിൽസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്രീം ചേർത്തിട്ട് തന്നെയാണ് ഇതിങ്ങനെ വട്ടത്തിൽ കറക്കിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ ക്രീം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഈ ഒരു സംഭവം വെച്ചിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ ഇതാക്കിയെടുക്കുക. അന്നേരം തന്നെ ഇതിൽ എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നത് മാറ്റി വെക്കാം, ബാക്കി ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളത് ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറിൻ്റെ ഒരു എസൻസ് നമ്മൾ ആ ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അന്നേരം നമുക്ക് കിട്ടിയ കളർ എന്ന് പറയുന്നത് ആ വൈറ്റ് മാറിയിട്ട് ഈ ഒരു കളറാണ്. നമ്മൾ വിചാരിച്ച വേറെ കളർ കിട്ടുന്ന ബ്രൗൺ തന്നെ കളർ കിട്ടുന്ന വിചാരിച്ചു, പക്ഷേ ആ കളർ കിട്ടിയിട്ടില്ല. കിട്ടിയത് ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ ആ വൈറ്റിനേക്കാളും വേറൊരു കട്ടിക്കളർ അങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ ഞാൻ ധന്യേനോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് കളർ മാറ്റാമല്ലേ, ഇതിൽ കാണുന്ന ആ സെയിം കളർ തന്നെയല്ലേ വരുന്നത്, അതിന് പകരം വേറെ കളർ ആക്കാമെന്ന്. അങ്ങനെ വേറെ ഏതൊക്കെയോ കളറുകൾ മിക്സ് ആയപ്പോഴാണ് ഈ ഒരു രൂപമായത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മുത്തുമണികളും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ റിക്കൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിന്. അങ്ങനെ ഇഷുവും അമ്പിയും കൂടി കേക്ക് മുറിക്കുവാന്ന് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പം പുതിയൊരാൾ ഇതിങ്ങനെ ആക്കിയ ആളെ നിന്ന് കഴിക്കുന്ന പോലെ ഒന്നല്ല ഉണ്ടായിരുന്നത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിന്, പെർഫെക്റ്റായിട്ട് കണ്ടില്ല. ആ ലെയറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, കണ്ട. ഇതിപ്പോൾ ആക്കിയ പാടായിക്കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ലെയറോട് കൂടിയിട്ട് നല്ല ക്രീമെല്ലാം ആ ഒരു കട്ടിക്കാൻ നമ്മൾ വിചാരിച്ച കട്ടിക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശരത്തേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ അമ്പീൻ്റെ ഒരു ഫ്രണ്ടാണ്, അതുകൊണ്ട് പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മളെ ചാനലിൽ വരുന്ന ഒരു കേക്ക് വീഡിയോ ആണിത്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതെല്ലാവരും കൂടി കഴിച്ച് കേട്ടോ. അപ്പുറത്ത് കാണുന്നത് ചക്കയാണ്, അവർ റെക്കോർഡിനെ തിന്നിട്ടിട്ട് ഓൻ പോയി കിടന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഞാനും കഴിച്ച് നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. കഴിച്ച് ബാക്കി ഇത്ര പീസേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാ റെക്കോർഡ് കാണിച്ചപ്പോൾ റെക്കോർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും വൈകിയതെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.